കർത്താവായ യേശുവിന്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ചിന്തകളിൽ സമയം എന്നുള്ള വിഷയമാണ് ടൈം. ഇന്നലെ നാം ചിന്തിച്ചത് കൈറോസ് ടൈം ആൻഡ് ക്രോണോസ് ടൈം. ക്രോണോസിനെ കുറിച്ച് പലരും ചോദിച്ചു. അത് തുടർമാനമായി വരുന്ന സമയമാണ്, മാറ്റമില്ലാത്ത സമയം, സമയത്തിന്റെ പുരോഗതിയിൽ ഒരിക്കലും തെറ്റാത്ത സമയം, അതിനൊരിക്കലും മാറ്റമുണ്ടാകുന്നില്ല. തുടർമാനമായ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുന്നു. നാം ക്രോണോസിലാണ് ജീവിക്കുന്നത്. അതിൽ ഒരു ഏറ്റക്കുറച്ചിലുകളുമില്ല, ഒരു കാര്യത്തിനും ഒരു ചേഞ്ച് ഇല്ല. തുടർമാനമായ കാര്യങ്ങൾ നടക്കും. എന്നാൽ ടൈം വിത്തിൻ ദ ടൈം എന്ന് പറയുമ്പോൾ, സീസൺഡ് ടൈം എന്ന് പറയുമ്പോൾ, അപ്പോയിന്റഡ് ടൈം എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പർട്ടിക്കുലർ ടൈം എന്ന് പറയുമ്പോൾ, അതാണ് കൈറോസ്, അതാണ് ദൈവത്തിന്റെ സമയം. ആ സമയത്തൊക്കെ നാം വന്നെത്തിയിരിക്കുന്നു, സഭ വന്നെത്തിയിരിക്കുന്നു. അതാണ് നാം ഇന്നലെ കേട്ട ദൈവത്തിന്റെ ശബ്ദം. വളരെ പ്രാധാന്യമുള്ള ദൂതുകളാണ് നാം ഈ ദിവസങ്ങളിൽ സമയത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി നഷ്ടപ്പെടുത്തുവാൻ സമയമില്ല. കാരണം നാം ഒത്തിരി സമയം പാഴാക്കി നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക്, ഇഷ്ടങ്ങൾക്ക്, നമ്മുടെ സ്വയത്തിന് വേണ്ടി, അതിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ലോക ജീവിതത്തിലേക്കുള്ള നമ്മുടെ ഒത്തിരി അധ്വാനങ്ങൾ, അവിടെയൊക്കെ നാം ഒത്തിരി സമയം ചെലവാക്കി. പക്ഷേ ദൈവിക പദ്ധതിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. അവിടെ എന്തൊരു തടസ്സം? പ്ലാനിങ് ഓഫ് ഗോഡ്, പർപ്പസ് ഓഫ് ഗോഡ്, അതിന്റെ ഒരു ഫുൾഫിൽമെന്റിലേക്ക് നിങ്ങൾ എത്തുവാൻ ദൈവം ആഗ്രഹിക്കും. പ്രിയരെ, ആ ഒരു സമയം നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു എന്നാണ് ദൈവാത്മാവ് പ്രഭാതത്തിലും നമ്മളോട് സംസാരിക്കുന്നു. പ്രിയരെ, നാം ദൈവ പദ്ധതികൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അത്യധികമായി വിടുതൽ എന്ന് പറയുന്നത്. ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള, നിങ്ങളുടെ തലമുറകളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി? അവിടെയാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കൈറോസ്, ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇന്നലെ നാം അബ്രഹാമിനെ കുറിച്ച് ചിന്തിച്ചു. ഇസാക്കിന്റെ ലൈഫിൽ തൻ ഗരാറിൽ പാർത്തപ്പോൾ എല്ലാവർക്കും കഠിനമായ ക്ഷാമമാണ്, ദാരിദ്ര്യം വളരെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു. ദേശമൊത്തവും മഹാക്ഷാമത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ഇസാക്കിന് വേണ്ടി മാത്രം ദൈവത്തിന്റെ ആ ഒരു അനുകൂലമായ കാലാവസ്ഥ മറ്റാർക്കുമില്ല. എല്ലാവരും വിത്തെടുത്ത് കുത്തി തിന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. എല്ലാവരും ദാരിദ്ര്യവും പട്ടിണിയെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന കാലത്തിൽ ഇസ്ഹാക്ക് ആ ദേശത്ത് 100 മേനി വിളവുകൾ ആ വിശ്വാസ വീരനുണ്ടായി. ദൈവം തനിക്ക് അവിടെ ഒരു രഹബോത്തൊരുക്കി, വലിയ വർധന ഇട്ടം വർദ്ധിപ്പിച്ചു. ഇസ്ഹാക്കിന്റെ ലൈഫിൽ ക്ഷാമത്തെ മാറ്റി ഏത് ദേശത്ത് താൻ പാർത്തോ അവിടെ താൻ ക്ഷാമത്തെ അതിജീവിച്ച് ദൈവിക പദ്ധതിയിൽ തുടരുവാൻ താൻ തയ്യാറായപ്പോൾ ക്ഷാമ മാർഗം മാത്രമല്ല, കളപ്പുരകൾ, പാണ്ഡികശാലകൾ എല്ലാം വർദ്ധിച്ച് നന്മ പെരുകി, ധാന്യം പെരുകി, സമ്പത്ത് പെരുകി, ഭൗതിക അനുഗ്രഹങ്ങൾ പെരുകി. തനിക്ക് മറ്റുള്ളവർ അസൂയ തോന്നുമാർ താൻ അനുഗ്രഹിക്കപ്പെട്ടു. പ്രിയരെ, ഇസ്ഹാക്ക് ദൈവത്തിന്റെ സമയത്തിൽ വിതച്ചു. ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത് മനുഷ്യ ബുദ്ധി കൊണ്ടോ, പ്രകൃതി നിയമം കൊണ്ടോ, കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടോ, നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കണ്ടുപിടിക്കുമ്പോൾ അവിടെ നടക്കുന്ന സ്ഥിതി വിവര കണക്കുകൾ കൊണ്ട്, ലോകത്തിന്റെ മാനദണ്ഡങ്ങളിൽ നാം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിൽ പ്രസാദിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. അങ്ങനെയല്ല ഇസ്ഹാക്കിന്റെ ലൈഫിൽ സംഭവിച്ചു. എന്ത് സംഭവിച്ചു? എല്ലാവർക്കും ക്ഷാമം, പക്ഷെ ഇസ്ഹാക്കിന് മാത്രം വലിയ കൊയ്ത്ത്. നിങ്ങൾ വിശ്വസിക്കുന്നതിനേക്കാൾ അപ്പുറമായി നിങ്ങളുടെ കൈറോസുകളിൽ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. നിങ്ങൾ ഒരിക്കൽ നിങ്ങളുടെ ക്രോണോസിൽ ജീവിക്കും, കൈറോസിൽ ജീവിക്കും. പ്രകൃതി നിയമവും കാലാവസ്ഥയുടെ മാറ്റങ്ങളും ഭൗതിക തലങ്ങളും രാഷ്ട്രീയ സംഭവങ്ങളും തത്വശാസ്ത്രവും മാനുഷികമായ നിയമങ്ങളും ഈ ലോകത്തിന്റെ കണക്കൂട്ടലും ഒക്കെ പോകുന്ന പോലെ പോട്ടെ. പക്ഷെ ദൈവത്തിനെ സംബന്ധിച്ച് അതിന് മീതെ അവൻ വെളിപ്പാടിൽ ജീവിക്കും. അവൻ ബുദ്ധിയിലല്ല, അറിവിലല്ല, ലോകത്തിന്റെ കാഴ്ചപ്പാടുകളല്ല, മാനുഷികമായ സമ്മർദ്ദങ്ങളല്ല, വചനത്തിൽ ജീവിക്കും, വിശ്വാസത്തിൽ ജീവിക്കും, വെളിപ്പാടിൽ ജീവിക്കും, ആത്മാവിൽ ജീവിക്കും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്റെ നീതിമാൻ വിശ്വാസം കൊണ്ട് ജീവിക്കും, വിശ്വാസത്തിൽ ജീവിക്കും. പ്രിയരെ, അബ്രഹാമിന്റെ ലൈഫിൽ മാത്രമല്ല, ഇസ്ഹാക്കിന്റെ ലൈഫിലും അപ്രകാരം ദൈവം വലിയ ചെയ്തു, വലിയ അത്ഭുതങ്ങൾ ഇടം വർദ്ധിപ്പിച്ചു. ഇപ്പോൾ നിലത്തിലെയും വയലിലെയും ഭൂമിയിലെ ക്ഷാമം മാറ്റുക മാത്രമല്ല, അബ്രഹാമിന് കഴിയാതിരുന്നത്, പിതാക്കന്മാർക്ക് കഴിയാതിരുന്നത്, ഫെലിസ്തീൻ മണ്ണുട്ട് മൂടിയതല്ല, ദൈവത്തിന്റെ ടൈമിങ്ങിൽ, അപ്പോയിന്റഡ് ടൈമിൽ അടുത്ത തലമുറ വീണ്ടും കുളിച്ചു. നാം ദൈവത്തിന്റെ പദ്ധതിയിൽ തുടരുമ്പോൾ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. ശത്രു നിങ്ങളുടെ മുമ്പിൽ നിന്ന് പിൻവാങ്ങി, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ദുർവർത്തമാനങ്ങൾ നിമിത്തം നിങ്ങൾ ഭയപ്പെട്ടു പോകുകയും. എന്താണ് സംഭവിച്ചത്? കുഴിച്ചവൻ ക്ഷീണിച്ചില്ല. എന്ത് കുഴിച്ചവൻ? കിണർ കുഴിച്ചവൻ ക്ഷീണിച്ചില്ല, പക്ഷെ മൂടിയവൻ, മണ്ണിട്ട് മൂടിയവൻ ഇട്ടിട്ട് പോകും. എനിക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് പ്രിയമുള്ളവരെ. ഏറ്റവും പ്രയാസകരമായ ജോലി എന്ന് പറയുന്നത് ഒരു കിണർ കുഴിക്കുക എന്നുള്ളതാണ്. വെള്ളം കാണുന്നത് വരെയും, ഉറവ കാണുന്നത് വരെയും, അല്ലെങ്കിൽ വളരെ ആഴമുള്ള കുഴി കുഴിച്ചാണ് നമ്മൾ അതിന്റെ നീരുറയിലേക്ക് പ്രവേശിക്കും. പക്ഷേ കുഴിച്ചവൻ കുഴിച്ചുകൊണ്ടേയിരുന്നു, അവൻ തളർന്നുപോയി. മൂടിയവൻ ക്ഷീണിച്ചു പോയി, അവൻ ഇട്ടിട്ട് പോയി. പിന്നെ ഫിലിസ്തീൻ ആ ദേശത്തേക്ക് വന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക ദൈവിക പദ്ധതിയുടെ സമയത്തിലേക്ക് നിങ്ങൾ ചെന്ന് ചേരുമ്പോൾ അവിടെ വലിയ വിജയങ്ങൾ, വിടുതലുകൾ നിങ്ങളെ വെയിറ്റ് ചെയ്യും. നിങ്ങൾ ഈ വചനത്തിൽ വിശ്വസിച്ചാണ് നിങ്ങൾക്ക് കൊണ്ട് ദൈവം കൽപ്പിക്കുന്ന സമയം. ആ ഒരു സമയത്താണ് പത്രോസ് വല ഇറക്കി. ഈ കഴിഞ്ഞ നിമിഷം വരെയുള്ള മുഴുവൻ അധ്വാനങ്ങളും തന്റെ പരിചയം കൊണ്ട്, ശീലങ്ങളുടെ, അറിവുകളുടെ, ബുദ്ധിപരമായ സമീപനം കൊണ്ടൊക്കെ ഒരു സമ്പ്രദായം. പക്ഷെ അതിന് വിപരീതമായി എല്ലാവരും പ്രഭാതത്തിൽ മീൻ പിടിച്ച് തിരിച്ച് കരയിലേക്ക് വരുമ്പോൾ, എല്ലാവരും വല കഴുകി പടക് വൃത്തിയാക്കി കിട്ടിയ മീനുമായി മാർക്കറ്റിലേക്കോ വീടുകളിലേക്ക് പോകുമ്പോൾ ദാണ്ടെ ഒരുവൻ വീണ്ടും ദാണ്ടെ വള്ളം എടുത്തുകൊണ്ട് കഴുകിയ വല വീണ്ടും നൂർത്ത്, കഴുകിയ വല വീണ്ടും ഇതെടുത്താൽ മതി, കഴുകിയ വല വീണ്ടും ഒരു മീൻപിടുത്തത്തിന് വേണ്ടി കടലിലേക്ക് വലിച്ചെറിയുന്ന ഒരു ശീമോൻ. പത്രോസിനെ കണ്ടകന്നു പോയ എല്ലാ മീനുകളും ദൈവത്തിന്റെ വാക്ക് കേട്ട് ഈ തീരത്തേക്ക് അടുത്തു. ആ വാക്കിന് വലയിട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇതുവരെയും കാണാത്തത്. ഇപ്പോൾ കൈക്ക് ഭാരം കൂടുകയാണ്. പത്രോസിന്റെ പടകിൽ ഇപ്പോൾ മീനിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അവിടെ പടകുകൾ നിറഞ്ഞു. ഇതാണ് ദൈവപ്രവൃത്തി.
വല കീറാറായി, പടക് മുങ്ങുമാറായി. ഇപ്പോൾ പിടിച്ച മീനിന്റെ ലാഭം കണക്കൂട്ടാൻ കഴിയുന്നതിന് കണക്കപ്പുറമാണ്. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. മീൻപിടുത്തക്കാർക്ക് സംഭ്രമം തോന്നുമാറ് അവർ ലൈഫ് ടൈമിൽ ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ആ ഒരു ടൈമിൽ പത്രോസ് മീൻ പിടിക്കുകയായിരുന്നു. കർത്താവ് പത്രോസിനെ പിടിക്കുകയായിരുന്നു. അതുകൊണ്ടായിരിക്കും പത്രോസിന് ഇത്രയും മീൻ പിടിച്ചിട്ടും മീനും വേണ്ട, അതിന്റെ ലാഭവും വേണ്ട, വരുമാനവും വേണ്ട, എല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിന് പിന്നാലെ പോകും. ദൈവിക പദ്ധതിയിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ അത്ഭുതമായ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് ഒരു കൈറോസ് വന്നു കഴിഞ്ഞു. ഇതുവരെ സംഭവിക്കാത്തത് അവിടെ സംഭവിക്കും. പ്രാർത്ഥനയോടെ ദൂതന് നിങ്ങൾ ആമേൻ പറഞ്ഞാട്ടെ. ഇസ്ഹാഖിന്റെ ലൈഫിൽ മാത്രമല്ല, ഞാൻ പുതിയ നിയമത്തിലുള്ള മറ്റൊരു ഉദാഹരണം. അതുകൊണ്ട് ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.